ഹായ്, സമയം 2:57. നമ്മളിന്ന് രണ്ട് ട്രേഡ് ഉണ്ടായിരുന്നു. ഒന്നിൽ ചെറിയൊരു പ്രോഫിറ്റും രണ്ടാമത്തിൽ ഏകദേശം ഒരു 48 പോയിന്റിൻ്റെ ഒരു പ്രോഫിറ്റും കിട്ടി. സോ നമ്മൾ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ട്രേഡ് ഉണ്ടായിരുന്നു മോർണിംഗ് കൂടെ ഇന്നലത്തെ റേഞ്ചിൽ ഓപ്പൺ ആയിട്ട് ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈ ക്ലോസ് ചെയ്തപ്പോഴാണ് ഫസ്റ്റ് എൻട്രി ഉണ്ട്. അതായത് ഏകദേശം രണ്ടാമത്തെ 9:23 ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി ഉണ്ടായത്. അത് നമ്മൾ ഈ 24,665 പറഞ്ഞ ഒരു ലെവലെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ. അതിനൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയ കാരണം നമുക്ക് പ്രോഫിറ്റ് പിടിക്കാൻ പറ്റിയില്ല. ഞാൻ പഴയൊരു വിർജിൻ BOC 24,725 ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യുന്നതിനെ വിചാരിച്ചു. അതായത് നവംബറത്തെ ഹൈ ആണ് 24,665. അത് ക്രോസ് ചെയ്യുന്ന വിചാരിച്ചു. പക്ഷേ മാർക്കറ്റ് 24,660 വന്നിട്ട് പിന്നെ മാർക്കറ്റ് റിവേഴ്സായി. നമ്മൾ ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എക്സിറ്റ് അടിച്ച് 10-20 ആകുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ അപ്പോൾ തന്നെ ഒരു പുട്ട് ഓപ്ഷനും ക്യാരി ചെയ്തിരുന്നു. പിന്നെ കുറേ നേരം നമ്മളിതുപോലെ എന്താ പറയുക, നിങ്ങൾ കണ്ടല്ലോ, അപ്പ് ആൻഡ് ഡൗൺ കൺസോൾട്ടേറ്റ് ഒരു സഡൻ ഫോള് നമ്മൾ ഇന്നത്തെ ഏകദേശം ഒരു ലോഡൊക്കെ അടുത്തെത്തിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റ് ഫോളോ ആയിട്ടോ. പക്ഷേ നമുക്ക് അങ്ങനെ ഫുൾ മൂവ് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ എൻട്രീസ് ഫസ്റ്റ് എൻട്രി 9:23 അടുത്ത് 502.3 അടുത്ത് 10:25 നമ്മൾ എക്സിറ്റ് ചെയ്ത് 517. ദെൻ 25,000 പുട്ട് എന്താ പറയുക 539 അടുത്ത് 25,000 പുട്ട് നമ്മൾ 587 ക്ലോസ് ചെയ്ത്. ഇതാണ് നമ്മളെ PNL വരുന്നത്. 1579 ഒരു പോർഷനിൽ 1200, പിന്നെ നമ്മളെ ഫസ്റ്റത്തെ കോളിൽ 378. സോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ നാളത്തെ അപ്ഡേറ്റ്, നാളെ എന്താ പറയുക, മാർക്കറ്റ് ഇന്ന് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം മാർക്കറ്റ് ആദ്യം ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈ ഒക്കെ ക്രോസ് ചെയ്ത് മേലെ പോയി അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ ഒരു സഡൻ ഫോൾ വന്നത്. ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയും കട്ട് ചെയ്ത് താഴെക്കിറങ്ങി പിന്നെ അവിടുന്ന് കൊണ്ട് സപ്പോർട്ട് എടുത്ത് മേലെ കയറി. അപ്പോൾ ഞാൻ ഇന്നൊരു ബുള്ളിഷ് ബയാസാണ് വിചാരിച്ചു. മാർക്കറ്റ് നല്ലൊരു മൂവൊക്കെ തരും, 24,725 ഒരു POC ഒക്കെ ടെസ്റ്റ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. സോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഒന്ന് വോളിയം കുറവായിരുന്നു മാർക്കറ്റിൽ. ഫസ്റ്റത്തെ അവറിലൊക്കെ ഇപ്പോൾ എന്താ പറയുക, തുടക്കത്തിലൊക്കെ വോളിയം കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു വോളിയം കണ്ട ആ ഒരു സഡൻ ഫോളിലാണ്. പിന്നെ ഇപ്പോഴും ഇതേമാതിരിക്ക് ചെറിയ ക്യാൻഡിലൊക്കെ ഉണ്ട്, 700 ക്യാൻഡിൽ വോളിയുള്ളൂ. സോ എന്തായാലും നാളെ എന്താ സംഭവിക്കണം നാളെ നോക്കാം. ഓക്കെ.